പോകാം. അതെ ഗൈസ്, നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് 28 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. അതിൽ നിന്ന് 3 എണ്ണം നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്തിട്ട് അവിടുത്തെ ഫുഡുകളായിരിക്കും നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അതെ ഗൈസ്, നമുക്ക് ഇവിടെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല കൾച്ചറാണ്, പല പല ഫുഡാണ്. അപ്പൊ ഇന്ന് നമ്മൾ 3 സ്റ്റേറ്റുകൾ, 3 സ്റ്റേറ്റിന്റെ ഫുഡുകളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയില്ല ഗൈസ്, കാര്യം ഞങ്ങൾ ഇവിടുന്ന് അധികം ഒന്നും ട്രാവൽ ചെയ്തൊന്നും നോക്കാത്തോണ്ട് ഞങ്ങൾക്ക് കേരളവും തമിഴ്നാട് ചെറുതായിട്ടൊന്നും അറിയാം. അല്ലാതെ നമുക്ക് വേറെ ബാക്കിയുള്ള എന്താ പറയാ നോർത്ത് സൈഡിലുള്ളതൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ നോർത്ത് സൈഡിലുള്ള ഫുഡുകളൊക്കെ ഇഷ്ടമാണ്. ഇവിടെ നമ്മൾ കോഴിക്കോടിനകത്ത് കഴിക്കലുണ്ട്. അതെ, പാനിപൂരി, പിന്നെ പാനിപൂരി, ബേൽപൂരി, മസാൽപൂരി. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് നമുക്ക് 28 സ്റ്റേറ്റ്സിന്റെ ലോട്ട് നമ്മൾ ഈ ഒരു ഇതിൽ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ ലോട്ട് ഇട്ടിട്ട് ഏതെങ്കിലും 3 സ്റ്റേറ്റുകൾ തീരുമാനിച്ചിട്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്റ്റേറ്റ് കിട്ടും. അവിടുത്തെ ഫുഡുകളായിരിക്കും നമ്മൾ മോർണിംഗും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ കഴിക്കാൻ വേണ്ടി. അതെ ഗൈസ്, അപ്പൊ നമുക്ക് ലോട്ട് ഇട്ടിട്ട് തീരുമാനിക്കാം ആര് പഞ്ചാബി ആണെന്നാണ് ആഗ്രഹം. എനിക്ക് ആ പറാത്തൊക്കെ എങ്ങനെ ഇത് കൂട്ടി കഴിക്കാം, എനിക്കൊക്കെയാണ് താല്പര്യം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലുക്സ് മാറ്റിക്കളാം. പഞ്ചാബി ലുക്കില് മുടിക്ക് ഇങ്ങനെ പിന്നിട്ട് മെടഞ്ഞിട്ട് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. ഞാൻ കാര്യം പറയട്ടെ, ഈ ഹരിയാന, ആസാം, മണിപ്പൂര് എവിടുത്തെ എന്താ ഫുഡ് അത് നമ്മള് യൂട്യൂബ് നോക്കിയിട്ട് എന്താ ഫുഡ് നോക്കിട്ട് നമ്മൾ വേണമെങ്കിൽ ഉണ്ടാക്കി തിന്നും. പ്ലാന്. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാം. കേരളം തന്നെ കിട്ടാതെ കേരളം നമുക്ക് അറിയാതെ പറഞ്ഞു നാക്കെടുത്തിട്ടോളൂ. ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഇത് ആസാം. ഇതിനെ പറ്റി ഡീറ്റെയിൽസ് ഞങ്ങൾ ഇന്നിരുന്ന് പഠിക്കട്ടെ. മേലോട്ട് പോയി താഴെയുള്ള ഒരു സ്ഥലം കിട്ടിയിട്ടില്ല. എന്തായാലും ഇത് പഠിച്ചിട്ട് ബാക്കി നോക്കാം. NGS ആസാമി, ഷാമിയാസ് ജാർഖണ്ഡ് കഴിഞ്ഞു. ഞാൻ ഫ്രം മഹാരാഷ്ട്ര. പാനിപൂരി, മുംബൈ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പൊളിക്കുന്നത്. ഞാൻ ആദ്യം ഫോൺ എടുത്ത് നോക്കട്ടെ ആസാമിലുള്ള എന്തെങ്കിലും കിട്ടുമോന്ന്. ജാർഖണ്ഡിൽ ഞാൻ ഇവിടെ ഒരു കിടില സാധനം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞേ, ഏതാ ദുസ്ക എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് തിന്നാന്. റുഗ്ര കറി, റുഗ്ര കറി, പിന്നെ ഹണ്ടിയ. ഇതാണ് ദുസ്ക. ഇതെന്താ സാധനം? പൂരിയാ? ഇത് ഇവിടുത്തെ പൂരി പോലെ ഉണ്ടല്ലോ കാണാന്. പൂരി പോലെയല്ല, അത് പഴംപൊരി പോലെയാണ്. ഇത് ജാർഖണ്ഡ് നല്ല വെറൈറ്റി സാധനങ്ങളാണ്. കഞ്ഞിയാന്ന് തോന്നുന്നു, ഗോതമ്പ് കഞ്ഞിയാന്ന് തോന്നുന്നത്. പഠിച്ചോന് ഞാൻ എന്തൊക്കെ സാധനങ്ങളാ നോക്കട്ടെ. ഫിഷ് തേങ്ങ, ഫിഷ് തെങ്ങ, തേങ്ങട്ട കറിയാന്ന് തോന്നുന്നു. പിന്നെ പിത്താന്ന് പറയുന്ന മോമോസ് പോലത്തെ സാധനം. പിന്നെ ആസാം ടീ, പിന്നെ ഡക്കറിയാണ് കഴിച്ചുള്ളത്. ഇത്രയാണ് ഇതിൽ കാണിക്കുന്നത്. ഈ ഫിഷ് തെങ്ക എന്താ സാധനം നമുക്ക് നോക്കാം. ഉണ്ടാക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ വേറെ വല്ല ഇൻഗ്രീഡിയന്റ് ഉണ്ടോ എന്നൊക്കെ കേട്ടോ. പാനിപൂരി, പിന്നെ നല്ല ബട്ടറിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കിട്ടും. കുറെ നേരം തപ്പി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനുള്ളതും പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. രാവിലെ എനിക്ക് കഴിക്കാനുള്ളത് നമ്മളിവിടെ അട എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ നാട്ടിലുള്ള ഖോലാസപൂരി പിത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ അതാണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് ശരിക്ക് എന്താ പറയാ, അരിമാവ് കലക്കിയിട്ട് ദോശ പോലെ ചുട്ടിട്ട്, നീർദോശ പോലെ ചുട്ടിട്ട് അതിൽ തേങ്ങയും ശർക്കരയും ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. കൂട്ടത്തിൽ നമ്മൾ കട്ടൻ ചായ ആയിട്ടുള്ളത്. എനിക്കൊന്നും കിട്ടുന്നില്ല. ഈ ജാർഖണ്ഡിനൊക്കെ എന്താണെന്നറിയോ, ഈ നമ്മൾ അരി, പരിപ്പ് ഇതൊക്കെ ഓവർനൈറ്റ് നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ച അങ്ങനത്തെ ഒക്കെ ഡിഷസ് ആണ്. ഇപ്പൊ സമയം 10:50 ഇൻസ്റ്റന്റ് ആയിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാല് ഒരു വേറൊരു സ്റ്റേറ്റ് എടുത്തോ, കുറെ സ്റ്റേറ്റ് ഉണ്ടല്ലോ. ജാർഖണ്ഡിന്റെ നല്ല ട്രഡീഷണൽ ഫുഡുകൾ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഓവർനൈറ്റ് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ആണ് ഗൈസ്. പിന്നെ നമുക്ക് അറിയാത്തോണ്ട് കുറെ സമയം. അതെ, ഏതാ സിക്കിമില് മോമോസ് ഉണ്ട്, പിന്നെ തുക്കുണ്ട്. അത് നൂഡിൽസ് പോലത്തെ ഇങ്ങനെ സൂപ്പി ആയിട്ടുള്ള സാധനല്ലേ? അതൊക്കെ അത് ഞാൻ കൂട്ടാ, എനിക്ക് പറ്റുമോ? അപ്പൊ ഷാമി സിക്കിം ഉറപ്പിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ തന്നെ കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇതെനിക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമായിട്ട് എനിക്ക് തോന്നില്ല ഗൈസ്. അപ്പൊ ഞാൻ സിക്കിമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഷാമി ആ സിക്കിം ഗേളായി മാറി.
ആക്കിയിട്ടുണ്ട് guys. ഓക്കെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് പാവ് ബജിയാണ് ഗൈസ്. ഇത് കണ്ടോ ഭയങ്കര ഡെലിഷ്യസ് ആയ പാവ് ബജി രാവിലെ കഴിക്കാൻ വേണ്ടി ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ള മോമോസ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇവർക്ക് രണ്ടുപേർക്ക് ഉണ്ടാക്കണ്ട, പക്ഷെ ഞാൻ ഉണ്ടാക്കി കഴിക്കണം. ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് കഴിക്കേണ്ടത്. അപ്പൊ നേരെ അട വാങ്ങുന്നില്ല, ദോശ പോലെ ചുട്ടിട്ട് നമുക്ക് ശർക്കര ഇട്ടിട്ട് തന്നെ സെറ്റ് ആക്കട്ടോ. പിന്നെന്താ വെച്ചാല് ഈ കട്ടൻ ചായ എന്ന് പറയുമ്പോൾ നമ്മള് തേയില മെയിൻ ആയിട്ട് വരുന്ന ആസാമെന്നാണല്ലോ, അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് കട്ടൻ ചായ. അതുകൊണ്ടാണ് കട്ടൻ ചായ ആസാമി സ്റ്റീൽ എന്ന് അറിയപ്പെടുന്നത്. അതെ അതെ. ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്റ്റഫ്ഡ് കൊലാസപൂരി പിത്ത ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഗൈസ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഇത് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. 15 മോമോസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആദ്യം ഒരു ഇങ്ങനെ 5 എണ്ണം തിന്നാന്ന് വിചാരിച്ചു. അതെ, അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ എന്റെ പണീന്റെ ഇടയിലൊക്കെ തിന്നാലോ, എനിക്ക് പണിയെടുക്കാം. അത് ഞങ്ങൾ കഴിക്കുമ്പോ ഞങ്ങളെ കൂടെ വേറെയും കഴിക്കാം. അതെ, പക്ഷെ വന്നിട്ടില്ല കേട്ടോ ഫുഡ്, ഞാൻ മാത്രമാണ് ഉണ്ടാക്കി കഴിക്കേണ്ടത്. ചിക്കൻ കിട്ടിയത് നന്നായി നോക്ക്. അതിൽ കുറച്ച് ചട്നി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കൊണ്ടുപോകില്ല. അതിന്റെ കൂടെ ഇങ്ങനെ മോമോസ്, അയ്യോ മോമോസ് ഇങ്ങനെ എടുക്കുന്നു. നല്ല എരിവെക്കട്ടാ, എരിയട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ. കുറച്ചു നേരം കാത്തിരുന്നിട്ടാ കിട്ടിയത്. കാര്യം ഇപ്പൊ തന്നെ ഒരു 11:30 ആവാനായിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ ആലോചിച്ച് തീരുമാനിച്ച് വരുമ്പോഴത്തേ കുറച്ച് സമയം പിടിച്ച്. നല്ല മഴക്കാറുണ്ട്. അതെ, നല്ല മഴക്കാറുണ്ട്. തണുത്തായി മഴക്കാറിൽ ഇങ്ങനെ തിന്നാൻ എന്ത് രസം മോമോസ്. അതേപോലെ തന്നെ തിന്നാൻ രസമുള്ള സാധനമായിരിക്കും ഈ കൊലാസപൂരി പിട്ട എന്ന് പറയുന്ന സാധനം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതുമ്പോഴെ മറ്റേ അട പോലെയാണല്ലോ, അപ്പൊ അതുകൊണ്ട് അടയൊക്കെ നല്ല മഴയത്തൊക്കെ തിന്നാൻ നല്ല. ഞങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നല്ലോ. പക്ഷെ ഇന്ത്യയിലുള്ളവരായതുകൊണ്ട് പറ്റും. പക്ഷെ ഈ ചാലഞ്ചിൽ പറ്റൂല. ഷാമിക്ക് സിക്കി മാത്രമേ തിന്നാൻ പറ്റൂ. എനിക്ക് മാത്രമേ തിന്നാൻ മതി. എന്റെ പാവബജിക്ക് ഞാൻ വെയിറ്റിംഗ് ആണ്. ഇപ്പൊ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ ഇരുന്ന് തിന്നായിരുന്നു. ഞാനിതവിടെ നീർദോശ പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആക്കുക ഗൈസ്. അയ്യോ, അതിന് അങ്ങനെയല്ല പേര്. ഈ പിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പണികളിലാണ് പിട്ടയോ അങ്ങനെ എന്തോ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ആസാമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആസാം ഇന്ത്യയിൽ തന്നെയാണല്ലോ. സോറി, ഞാനിവിടെ തേങ്ങ പൊട്ടിക്കാൻ പോവാണ്. കാര്യം നമുക്ക് ഇതിലുള്ള ഫില്ലിങ്ങിന് തേങ്ങ വേണം. പൊട്ടി അങ്ങനെ പൊട്ടി ഗൈസ്. ഇനി നമുക്ക് തേങ്ങ ചേരക്കണം. ഗൈസ് ഇന്ന് നമുക്ക് ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. അതെ, ആദ്യമായിട്ട് വന്നതാ. കുറച്ച് എടുത്ത് ഞങ്ങള് വളച്ചു വെച്ചിട്ടുണ്ട്. അതെ, കുറെ നേരം ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് തത്തി തത്തി നടക്കുന്നു. ഞാനിത് അവിടെ ശർക്കര ഇങ്ങനെ ചീകിയിടുക കേട്ടോ. ശർക്കര ചീകിയിട്ട് നമുക്ക് ഇതിലോട്ട് ചീകിയിടുക. ഇനി ഇതിലേക്ക് നമുക്ക് എന്നിട്ട് തേങ്ങ ചിരകിയിട്ടും കൂടി ഇടണം. ഒരു സിക്കുമാർ ഇതേ ഇവിടെ നിന്ന് മോമോസ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സഹായിക്കാനാണോ? അവിടുത്തെ മാത്രം കഴിച്ചാൽ അതുണ്ടാവും, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ തേങ്ങ ചെറിയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ശർക്കരയിലിട്ട് മിക്സ് ചെയ്തിട്ട് വിത്ത് ഉണ്ടാക്കാൻ വേണ്ടി. അഞ്ചിയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ആസാമികളെ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കുന്നു. ആ ഒരു രീതിയിലാണ് അഞ്ചി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സിക്കുകാരൊക്കെ രാവിലെ എണീറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. ഓൺലൈനിൽ കിട്ടാത്തതുകൊണ്ട് ഇനിയിപ്പോ ഉണ്ടാക്കണ്ട. അതാണ് എനിക്ക് അങ്ങനെ ഓൺലൈനിൽ കിട്ടാൻ ഉണ്ടായില്ല ഗൈസ്. പിന്നെ അടാന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാനും പറ്റില്ല. കാര്യം ഇതിന് കുത്തു ഓട്ടമുള്ളാണ്ടിയാണ് വേണ്ടത്. നീർദോശ പോലെ വേണം. അത് നമുക്ക് ഇവിടെ കിട്ടൂലല്ലോ. അപ്പൊ ഇത് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പൊ തേങ്ങ ചെറിയ ഇത് മതി കേട്ടോ. എനിക്കെല്ലാം കഴിക്കാനുള്ളൂ. 2 എണ്ണം ഉണ്ടാക്കിയാൽ മതി. നേരത്തെ ഞാനൊരു സാധനം പറഞ്ഞില്ലേ, തുക്കാന്ന്. തുക്കല്ലേ ഗൈസ്, തുക്കുപ്പ കേട്ടോ. തുപ്പ എന്നാണ് എന്റെ പേര്. അതൊരു നൂഡിൽസ് പോലത്തെ സാധനം. ഞാൻ ഇതിനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ലഞ്ചിലേക്ക് ഞാൻ അതാക്കാന്ന് വിചാരിച്ചു. ഞാൻ എന്തൊക്കെ ഇവിടെ കോഴിക്കോട് കിട്ടേണ്ടത് തോന്നുന്നതേ ഇവിടെ എല്ലാ സ്റ്റേറ്റിലെ നൂഡിൽസും കഴിച്ചിട്ടുണ്ടാവും. ഞാനിതാ ഈ ശർക്കരയിലോട്ട് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഞാൻ കാണുന്നില്ല വിചാരിക്കണ്ട. പിന്നെ എല്ലാ നാട്ടിലും ശർക്കര തേങ്ങ ഉണ്ടല്ലോ വിചാരിച്ച് ഞാൻ വെറുതെ വിടാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. സിക്കിമിന് വല്ലപ്പോഴും അപ്പുറത്തെ സംസ്ഥാനത്തൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അങ്ങനെ ഞങ്ങൾക്കും അങ്ങനെ പലതും ഉണ്ട്. ഇനിയില്ലേ പത്താടോ? അങ്ങനെ തരാൻ പാടില്ല. സല്ല് പറഞ്ഞോണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ചാൽ. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഗൈസ്. ഇതൊന്നും ഇങ്ങനെ തിന്നു നോക്കിയാലോ? ഞാനിപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ആസാം ഉണ്ടാക്കുന്നോണ്ട് ഒരു സ്വൈര്യമുണ്ട് മനുഷ്യന്. നല്ല ടേസ്റ്റ് ഉള്ള സാധനം ഉണ്ടാക്കി അങ്ങനെ തന്നെയോ? അല്ല ഷാമി, ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ഈ സാധനം വെച്ചാൽ ഒട്ടി പിടിക്കോ? ഇല്ലാന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്തായാലും വെച്ച് നോക്കട്ടോ. നമുക്ക് നീർദോശ പോലെ ആക്കുക. ഇത് കണ്ടോ ഗൈസ്, നല്ല കുറച്ച് ലിക്വിഡി ആയിട്ടാണ് അരിന്റെ ഇതിങ്ങനെ പൊടി ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ആസാമ് നമുക്ക് എന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. അതെ, ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. കുത്തൊന്നും വരും തോന്നുന്നില്ല. ഇത് നല്ല വെന്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക്
ഈ മിക്സ് ഇട്ട് കൊടുക്കും. ഈ മിക്സ് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ. ഇനി നമുക്ക് ഈ കൊലാസ്പൂരി പിത്ത ആദ്യം ആയത് ഇതിലോട്ട് ഇടാം ഗൈസ്. ഹായ്, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? അങ്ങനെ ഗൈസ്, എന്റെ കൊലാസാപുരി സ്റ്റഫ്ഡ് കൊലാസാപുരി പിത്ത റെഡി ആയിട്ടുണ്ട്. കൂടെ ആസാം ടീയും റെഡിയാണ്. ഇനി നമുക്ക് ഓരോ കൂട്ടത്തിൽ പോയി ജോയിൻ ചെയ്യാം കേട്ടോ. രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് പോയിട്ടുണ്ട്. ഒരാൾ മറ്റേ മോമോസും മറ്റേ ആള് മറ്റേ പാവ് ഭാജി എടുത്ത് പോയിട്ടുണ്ട്. ഇനി ഞാൻ ഇതും കൊണ്ടുപോട്ടെ. മഹാരാഷ്ട്രക്കാരി അവിടെ പാവബജി ആയിട്ട് ഇരിക്കുകയാണ്. അതെ, എന്റെ പാവബജിയാണ് കൈസി കാണുന്നത്. എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കല്ലേ. അതെ, ഇങ്ങനെ ഒരു പീസ് എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. പച്ചമുളക് തരുമല്ലോ ശരിക്കും. ഇതില് പച്ചമുളകില്ല. ഇനി ഞാൻ എന്റെ നേരത്തെ പറഞ്ഞ പേരെന്നെ എനിക്ക് മറന്നുകൊണ്ട് ഇനി ഞാൻ കഴിച്ചു വെക്കാൻ പോവാട്ടോ. ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് കടിക്കാം. പിന്നെ മോമോസ് തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞാൻ എന്തായാലും ഇതില് മൊത്തം പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. അടുത്ത പീസും കൂടെ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്തിട്ടില്ല, ഇങ്ങനെ മുക്കിയിട്ട് ഇതിനും കൂടെ എടുത്തിട്ട് ഇത് അത് കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ ഉണ്ടാക്കാനും പിന്നെ ഇവര് തീരുമാനിച്ചൊക്കെ വരാൻ വേണ്ടിട്ട്. ഞാനിപ്പോ 5 മൊമോസ് തിന്നു കഴിഞ്ഞ് 5 മൊമോസ് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി 5 മൊമോസ് കൂടി ബാക്കിയുണ്ട്. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. മോമോസ് ഈറ്റിംഗ് ചാലഞ്ച് ആണോ? ഈ പിത്ത എന്ന് പറഞ്ഞ ഈ സാധനല്ലേ പല പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ കണ്ടത്. അത് ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിപ്പൊടി വെള്ളമൊന്നും കൂട്ടാതെ വെറും അരിപ്പൊടി തവയിൽ ഇങ്ങനെ പരത്തിയിട്ട് അത് ഈ ദോശ പോലെ റോൾ ചെയ്യുന്ന എന്നിട്ട് അതിങ്ങനെ റോൾ ചെയ്തെടുക്കും. ആ പൊടി ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പരന്ന ദോശ പോലെ ആയിട്ട്. അതൊന്നും പിന്നെ ട്രൈ ചെയ്ത് നോക്കി ഫ്ലോപ്പ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തില്ല. അങ്ങനെ ലഞ്ചിനുള്ള സമയമായി. ലഞ്ചിന് ഞാൻ കഴിക്കാൻ പോകുന്നത് തുപ്പയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ സാധനം. ശരിക്കും ഒരു നേപ്പാളി ഫുഡാണ്. പക്ഷെ നമ്മളെ ഇന്ത്യയിൽ എമംഗ് ദ ഇന്ത്യൻസ് എസ്പെഷ്യലി ലഡാക്കീസ് ആൻഡ് ദ സിക്കിമീസ്. അപ്പൊ കറക്റ്റ് ആണ്. അതെ, അപ്പൊക്കെ കറക്റ്റ് ആണ്. ഞാൻ സിക്കിമാണല്ലോ. അതെ, ഞാൻ കഴിക്കാൻ പോകുന്നതിന്റെ പേര് ടിൽദിയ കുർക്കുറാസ് മങ്കാവോ. അതായത് ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്ത് വെച്ചാട്ടോ റെസിപ്പി അടക്കം. ടിൽദിയ കുർക്കുറാസ് മങ്കാവോ, അതായത് ചിക്കൻ സെസമി സീഡ് റെസിപ്പി. അതായത് എള്ളിട്ടിട്ടുള്ള ഒരു ചിക്കന്റെ ഒരു ഗ്രേവി. ചൈനീസ് അങ്ങനത്തെ സംഭവമാണ്. ബാക്കി അവിടെ ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ റെസിപ്പി ഒക്കെ നോക്കി സാധനങ്ങളൊക്കെ ഒരുവിധം അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് വേഗം ഉണ്ടാക്കണം. പിന്നെ അതിന്റെ കൂട്ടത്തില് നല്ല മൈദാണ്ട് ഒരു റൊട്ടി പോലെയായിട്ട് ഉണ്ടാക്കുന്നത്, ചപ്പാത്തി അങ്ങനെ പറഞ്ഞാൽ. എനിക്ക് തുപ്പ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല ഗൈസ്. തുപ്പ ഉണ്ടാക്കുക ചെയ്യാം. പക്ഷെ ഇവിടെ ചിലരൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിക്കുന്നുള്ളൂ. അല്ല, തുപ്പ കിട്ടാണ്ട് ഓൺലൈനിൽ പിന്നെ ഉണ്ടാക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ തുപ്പ ഓർഡർ ചെയ്ത് കഴിക്കാണ്. ഞാനൊരു വെറൈറ്റി മഹാരാഷ്ട്രീയൻ റൈസ് ആണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. കഞ്ഞിയല്ല ഇത്. ഇത് വേറൊരു ഹെൽത്തി റൈസ് ആണ്. കണ്ടോ, തേച്ച കേർഡ് റൈസ്. ഇത് കണ്ടില്ല, അതിനുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചത്. അതിൽ മെയിൻ ആയിട്ട് മല്ലിച്ചപ്പുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, റോസ്റ്റഡ് എന്താ പറയാ കടല, റോസ്റ്റഡ് കടലയുണ്ട്, പിന്നെ ജീരകം. കഴിക്കണം, ഇതൊക്കെ കഴിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതിന്റെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എള്ളൊക്കെ ഇട്ടുള്ള ചിക്കൻ കറി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടും കൂടിയില്ല. ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇതിനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുള്ളി വേണം, പച്ചമുളക് വേണം, പിന്നെ ഉരുളക്കിഴങ്ങ് വേണം, പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് എള്ളാണ്. അപ്പൊ എള്ളി ഞാനൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് നന്നായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് എടുക്കണം. അപ്പോഴേക്കും നമുക്ക് ഈ ഉള്ളിയൊക്കെ മുറിച്ച് വെക്കാം. ഞാനിത് അവിടെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഉള്ളി അരിഞ്ഞിട്ട് വേണം ശ്രീക്ക് കത്തി കിട്ടാൻ. ശ്രീക്ക് പണിയൊന്നുമില്ല. ഞാൻ പിന്നെ എന്തായാലും ഇവിടെ തുടങ്ങുമ്പോ അവിടെ തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ എള്ളാണ് കേട്ടോ. കറുത്ത എള്ള തന്നെ വേണം. അപ്പോഴാണ് ആ കറിക്ക് നല്ലൊരു കറുപ്പ് കളർ കിട്ടുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ആദ്യം ഈ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കണം. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. ഓക്കെ, ആസാമിൽ 2 വാക്ക് പറയൂ. ആസാമിയിൽ പറയാനാണ് ആസാമി.
എള്ള് ചൂടാക്കാണ്. എള്ള് നല്ല ഇങ്ങനെ പൊട്ടി വരുന്ന രീതിയിൽ ഇങ്ങനെ ചൂടാവണം കേട്ടോ. എള്ള് വറുത്തരച്ച് നമ്മളിവിടെ തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന പോലെയാണ് ഈ എള്ള് വറുത്തരച്ച സാധനം. ശ്രീ എന്തൊക്കെയോ പണിയില്ല. ചോറ് വേണ്ടേ? അപ്പൊ ചോറുണ്ട്. ആ ചോറിന് നമുക്ക് ഇനി മസാല സെറ്റ് ആക്കിയാൽ മതി. അപ്പൊ ആ മസാലയാണ് ഞാൻ ഈ സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത്. മല്ലി വെച്ചിട്ടുള്ള ഒരു പരീക്ഷണം. അതെ, മല്ലി വെച്ചിട്ടുള്ള ഒരു പരീക്ഷണം തന്നെയാണ്. ഓക്കെ മഹാരാഷ്ട്രക്കാരി. എനിക്ക് പിന്നെ സിക്കുമാരിയോ സിക്കിംകാരിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്യാമറ എടുത്ത് നടക്കാം. നല്ല മഴക്കാറുണ്ട്. ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രേക്ക്ഫാസ്റ്റ് തപ്പിയിട്ട് കിട്ടാനും ഉണ്ടാക്കാനൊക്കെ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ ഞങ്ങള് ഈ ലഞ്ചിനേക്കുള്ളത് വേഗം പണി തുടങ്ങിയിട്ടുണ്ട്. എന്നാലേ ഉള്ളൂ കറക്റ്റ് സമയത്ത് ലഞ്ച് കഴിക്കാൻ പറ്റുള്ളൂ. അതെ, പക്ഷെ നല്ല മഴക്കാറാണ് ഗൈസ് പുറത്ത്. നമ്മൾ ലഞ്ച് കഴിക്കുമ്പോൾ മഴ പെയ്യട്ടെ. അതെ, നല്ല രസമുണ്ടാവും. വെറൈറ്റി ഫുഡ് നമ്മൾ തന്നെ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല രസമുണ്ടാവും. അതെ, ഉരുളക്കിഴങ്ങുണ്ട്, ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ. അതെ, അതൊക്കെ അതിന്റെ ഇവിടുത്തെ പോലെ തന്നെ. പക്ഷെ നമ്മുടെ ചിക്കനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ടാണ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഉപ്പും മഞ്ഞപ്പൊടി മാത്രം ഇടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വെറൈറ്റി ആണ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം. ഇവിടെ എള്ള് കരിഞ്ഞുകൊണ്ടിരിക്കുന്നു, വറുത്തുകൊണ്ടിരിക്കുന്നു. അത് ഓഫ് ചെയ്തിട്ട് ഞാൻ ചൂടാറിയിട്ട് വേണം അത് എള്ള് പൊടിച്ചെടുക്കാൻ. അതുവരെ അതിന്റെ മുന്നേ പൊടിച്ചിട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ നിന്ന് എണ്ണ വരും. ഓ, അങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചൂടാറാൻ വെയിറ്റ് ചെയ്യണം. അപ്പത്തേക്ക് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിതാ ഈ എള്ള എടുത്തിട്ട് ഇതിലോട്ട് ഈ മിക്സിന്റെ ജാറിലോട്ട് മാറ്റിയിട്ട് ഈ പാത്രം എടുത്ത് മാറ്റി കൊടുക്കാനാട്ടോ. പണി തുടങ്ങാൻ ഞാനിതവിടെ ഈ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ആട്ടോ ഞാൻ ഒഴിക്കുന്നത്. ശരിക്കും ഒതന്റിക് ആയിട്ട് എള്ളെണ്ണയാന്ന് തോന്നുന്നു ഒഴിക്കുക. ഇതിന്റെ തന്നെ എണ്ണ, പക്ഷെ അത് വാങ്ങാൻ മറന്നുപോയി. അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഈ എള്ളെണ്ണക്ക് പകരം എള്ളിടാം. ഓക്കെ, ശ്രീക്ക് ചെറിയ പണിയുള്ളൂ തോന്നില്ല. ശ്രീക്ക് ചെറിയ പണിയേ ഉള്ളൂ. കേർഡ് റൈസ് ആണ്, പക്ഷെ ഒരു വെറൈറ്റി കേർഡ് റൈസ്. അപ്പൊ അതിന്റെ സ്റ്റെപ്പൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് സെറ്റാക്കി വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കട്ടോ. വൈകിട്ട് ഉപ്പ് എവിടെയാണ്? നിങ്ങൾ വിചാരിക്കും സൺഫ്ലവർ ഓയിൽ എന്ന് പറയുമ്പോൾ ഇത് എന്താ പാരച്ചൂട്ടിന്റെ പാത്രത്തിലേന്ന്. അങ്ങനെയാണ് ഒഴിച്ചു വെക്കാറ്. ഞാൻ എന്റെ പണികളിലേക്ക് കിടക്കുകയാണ്. ഇത്രയും സാധനമാണ് എനിക്ക് വേണ്ടത്. അതായത് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിന് വേണ്ടത് നമുക്ക് ഇതിനൊരു മസാല ആദ്യം ഉണ്ടാക്കിയെടുക്കണം. ആ മസാലയ്ക്കുള്ള സാധനങ്ങളാണ് ഇത്. ഇതിലേക്ക് നമുക്ക് ആദ്യം ജീരകം ഇട്ടെടുക്കുക. ഇതിനി പൊട്ടുന്ന സമയത്ത് നമുക്ക് ഈ പച്ചമുളകും ഉള്ളിയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ ഉണ്ടാവും ഉണ്ടാക്കി നോക്കിയാൽ അയ്യോ ഒരു പ്രത്യേക സ്മെല്ല് വരുന്നുണ്ട്. വെറൈറ്റി വേണം. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കാം കേട്ടോ. ഞാൻ എടുത്തത് ഇതിന്റെ പാത്രം വെക്കാൻ പോവാണ്. മൊത്തത്തിൽ എന്റെ വീട് ഒരു നോർത്ത് ഇന്ത്യൻ വീടായി മാറിയിരിക്കുകയാണ്. അതേ സ്മെല്ല് ഫുള്ള് ഇവിടെ. ഇത് ഈ ചാട്ടിന്റെ കടയിലൊക്കെ പോകില്ലേ, അതേപോലെ ഉണ്ട്. കുറച്ച് മൈദ എടുത്തിട്ട് 2 മറ്റേ റൊട്ടിക്കുള്ളത് കുഴക്കാനുണ്ട്. ഓഹോ, ഇതിന്റെ പണി എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണേ ഞാൻ സഹായിക്കൊക്കെ ചെയ്യട്ടോ. കുറച്ച് ജീരകം, തവി എടുക്കാതെ കുക്ക് ചെയ്യാൻ വന്ന ഒരാൾ. പച്ചമുളക് നമ്മൾ പച്ചക്ക് ഇതിലേക്ക് ഇടുകയാണ്. അങ്ങനെ ഇടും. അപ്പൊ അധികം ഉണ്ടാവില്ല. ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം കൂടെ അരയ്ക്കും. ഇനി നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കണം. ഞാനിവിടെ വാട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല രണ്ടുപേരും നല്ല മനസ്സിലാവുന്നില്ല ശരിക്കും. ജീരകത്തിന്റെ ആ ഒരു സ്മെല്ല്. ജീരകത്തിന്റെ പക്ഷെ ഉള്ളി എല്ലാം കൂടി ആയിട്ട് ശരിക്കും ആ ചാട്ടിന്റെ ഒക്കെ മണം പോലെയല്ല. ഞാനിത് അതിൽ എള്ളം ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി നല്ല പൊടിച്ചെടുക്കാം. ഇങ്ങനെ ഇങ്ങനെ തരി എന്നിട്ട് പൊടിഞ്ഞുണ്ട്. ഇത് ഇനി അധികം അങ്ങനെ ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ എണ്ണ വരും. ഇപ്പൊ എള്ളുണ്ടന്റെ സ്മെല്ലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇത് ഇറക്കിക്കൊണ്ട് തന്നെ വെക്കാം. ശ്രീന്റെ ആ കേർഡ് റൈസിൽ കടലൊക്കെ ഉണ്ട്. നമ്മളിത് ഇങ്ങനെ ഇതിലിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവസാനം നമ്മള് പൊടിച്ചെടുക്കും. എന്നിട്ട് നമ്മുടെ കേർഡ് റൈസിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് പരത്തിയെടുക്കും. എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ പൊതുവെ ഇഷ്ടമല്ല ഗൈസ്. കാരണം എനിക്ക് ഈ ജീരകത്തിന്റെ ടേസ്റ്റ്, ഈ മേത്തിന്റെ ടേസ്റ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. എനിക്ക് കൂടുതൽ സൗത്ത് ഇന്ത്യൻ ഫുഡുകളോടാണ് താല്പര്യം. അതുകൊണ്ട് കഴിച്ചു നോക്കിയാൽ അറിയാം. പിന്നെ ചിക്കൻ ഇല്ലേ എന്നുള്ളൊരു സമാധാനം. അടുത്ത നമ്മൾ ഇതിലേക്ക് റോസ്റ്റഡ് പീനട്സ് ഇട്ട് കൊടുക്കുകയാണ് ഗൈസ്. ഞാനിതാ ഇവിടെ ഈ എന്താ പറയാ മൈദ കൊണ്ട് 2 ഉണ്ട അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. റോസ്റ്റഡ് പീനട്സ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് കാണാനൊക്കെ നല്ല രസമുണ്ട്. 2 വെറൈറ്റി ഡിഷുകൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആസാമി വേഴ്സസ് മഹാരാഷ്ട്ര. ഇനി നമ്മൾ മെയിൻ പാർട്ടിലേക്ക് കടക്കാൻ പോവാണ്. ഇത് ഗൈസ് നമ്മൾ ഉപ്പ് മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് ഇളക്കി വെച്ച ചിക്കനാണ്. അത് ഈ മസാല ഒന്നും ഇടാത്ത ഇതിലോട്ടാണ് ഇടാൻ പോകുന്നത്. ഇതൊരു വെറൈറ്റി അല്ലേ? അതൊരു വെറൈറ്റി നമ്മളങ്ങനെ കണ്ടിട്ടില്ല.
ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി ഇങ്ങനെ കരിയിച്ച പോലത്തെ ഒരു അങ്ങനെ ആവണം. നല്ല മൂത്ത ഉള്ളിയിൽ വേണം ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. ഇതിന്റെ പേരെന്തേനും? അയ്യോ ഡിക്റ്റേഴ്സ് 10 പ്രാവശ്യം എഴുതണം. ടിയാദിയ കുർക്കുറാസ് മംഗാവോ. അതെ, അതെന്നെയാ പറയാൻ തോന്നുന്നുണ്ട്. ഇതിലിങ്ങനെ കണ്ടപ്പോ അതുപോലെ നോക്കി വെച്ചതാ. ചിക്കൻ വിത്ത് സെസ്മി സീഡ് റെസിപ്പി. അപ്പൊ ഈ ഉരുളക്കിഴങ്ങ് വേണ്ടേ? ഉരുളക്കിഴങ്ങ് ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കളർ മാറി വന്നു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഇടും. ഓക്കെ. പിന്നെ കുറച്ച് മുളക് പൊടി ഇടാണ്ട്. മല്ലിപ്പൊടി യൂസ് ചെയ്യില്ല? ഇല്ല, നോ മല്ലിപ്പൊടി, ഓൺലി മുളക് പൊടി ആൻഡ് മഞ്ഞപ്പൊടി. അതെ. ഞാനിത് തണുക്കാൻ വേണ്ടി വെക്കുകയാണ് ഗൈസ്. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്കിത് മൊത്തത്തിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും കേട്ടോ. എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. ഞാൻ ഇതിലേക്ക് ഇതേ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതുവരെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതൊന്ന് നല്ല മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ വേവിക്കാൻ വെക്കാം. ഈ ചിക്കൻ കറി ഇവിടെ ഇങ്ങനെ ഇരുന്ന് റെഡി ആവട്ടെ. നല്ലൊരു വെറൈറ്റി ലുക്ക്. നേരത്തെ തണുക്കാൻ വെച്ച മിക്സ് നല്ലോണം തണുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് അതിന്റെ കൂടെ ഈ ഒരു പുതിനയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആസാമിനും മഹാരാഷ്ട്രയ്ക്കും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സിക്കിം പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ യൂണിഫോമിറ്റി. ഇന്ത്യ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഈ ആസാമി ചിക്കൻ കറിന്റെ സ്മെല്ല് ഇങ്ങനെ ഇവിടെ ഫുൾ പരിമാണം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നല്ല സ്മെല്ലുണ്ട്. നല്ല സ്മെല്ലില്ലേ? വ്യത്യസ്തമായ സ്മെല്ലുണ്ട്. പിന്നെ മെയിൻ വ്യത്യസ്തത വരാൻ പോകുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഈ എള്ള് പൊടിച്ചു വെച്ചതാണ്. ഇത് മൊത്തം ഇതിലോട്ട് ഇടാൻ പോവാണ്. ഒരു സ്പൂൺ വരുന്നത്. അത് വേണേ ടേസ്റ്റ് ചെയ്ത് നോക്കി. അതൊന്നും പറ്റില്ല കേട്ടോ. അതെ, ഇവിടെ സിക്കിമിന് പാത്രം കഴുകി കൊടുക്കാന്നുണ്ട്. ടേസ്റ്റ് ചെയ്തോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ കറിന്റെ ടേസ്റ്റ് ഉണ്ട് താനും. ഇതിടുമ്പോ മാറും. അതെ, ഇതിടുമ്പോ അതിന്റെ ലുക്കും മാറും, ടേസ്റ്റ് മാറും, ഒക്കെ മാറും. ഇത് കുറച്ചും കൂടി വറ്റിയിട്ട് ഇടണമല്ലേ. സ്പൈസസ് നല്ല കുത്തുണ്ടഞ്ചി ആണ്. അതാണ് അതിന്റെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് കൂടി പോയതാന്ന് ഞാൻ പറയില്ല. ഇത് അങ്ങനെയാണ്. നന്നായിട്ട് ഹെൽത്തി ആയിരിക്കും. എള്ളൊക്കെ ഇടുന്നോണ്ട് നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ. എനിക്കിതാ ഈ എന്താ പറയാ 2 ഈ ചപ്പാത്തി പോലത്തെ സാധനം കൂടി ഉണ്ടാക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും കൂട്ടിയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാം. അങ്ങനെ എൻ്റെ കറി ഇതാ ഗൈസ് ഇങ്ങനെ കറുത്ത് വരുന്നുണ്ട് കേട്ടോ. അത് കുറച്ചും കൂടെ വറ്റി കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളറാവും. ഇതുവരെ ഇങ്ങനത്തെ ഒരു കറി കണ്ടില്ലല്ലോ. കണ്ടില്ല. അതാ പറയുന്നത്, ആസാമിലൊക്കെ വല്ലപ്പോഴും പോകണം. ഇത് നമ്മൾ നല്ലൊരു പറാത്ത പോലെയോ ചപ്പാത്തി പോലെയോ പരത്തി എടുത്തിട്ട് ഇത് നമുക്ക് പാനിലിട്ട് നല്ല ഒരു അടിപൊളിയാക്കിയിട്ട് എടുക്കാം ഗൈസ്. ഇതും കൂട്ടിയിട്ട് വേണം നമ്മൾ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കിനി വയ്യ പാത്രം കഴിക്കാൻ. എനിക്കൊന്നും വയ്യ. നോക്ക് ഗൈസ്, നല്ല കോഴിക്കാല് അത് അങ്ങനെ തന്നെ ഉണ്ട്. കടിച്ചു വലിക്കാം. അത് എനിക്കുള്ളതാണ് അഞ്ചോ. അതിന് ഈ തന്നെ ഒന്നും പെടൂലല്ലോ. ഈ കേരളല്ലേ. ഒരു സൈഡിൽ റൊട്ടി, ഒരു സൈഡിൽ ചിക്കൻ കറി, പിന്നെയും റൊട്ടി, പിന്നെയും ചിക്കൻ കറി. ഗൈസ് നമ്മളെ കറി ഇതാ ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. പക്ഷെ മല്ലിയില മേലെയില കറി റെഡി. അങ്ങനെ ഇന്റെ റൈസ് ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പൊ ഇതിലേക്ക് ഫസ്റ്റ് നമുക്ക് കേർഡ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതിൽ നോക്കിയ പനത്തില് കേർഡ് ഉണ്ട്. അപ്പൊ ഇത്ര അതെ, കേർഡ് റൈസ് ആണല്ലോ. അല്ല, കുറച്ച് പാലുണ്ട്. ഇനി കുറച്ച് പാൽ ആഡ് ചെയ്യാം ഗൈസ്. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ആവശ്യത്തിന് ശകലം വേണമെങ്കിൽ നമുക്ക് ഇനി ഇടാലോ. ഇനി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചത് ഈ മിക്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്താ ടേസ്റ്റ് വരിക എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. ഇതിലെ മെയിൻ ആയിട്ടുള്ളത് ഒരു മല്ലിച്ചെപ്പും പിന്നെ പീനട്ടും ആണ്. ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല പച്ച ചമ്മന്തി ഇട്ട് ചെറുപോലെ ഇത് നിന്ന് നോക്കിയാൽ തന്നെ അറിയില്ല ഗൈസ്. കാര്യം കുറച്ച് മല്ലിയിലേന്റെയും ജീരകവും എല്ലാം കൂടി ഉള്ളതല്ലേ. നല്ലൊരു ഫ്ലേവർഫുൾ റൈസ് ആയിരിക്കും. അതാ ഈ വയ്യാതൊക്കെ കിടക്കുമ്പോ നല്ല സുഖം ഉണ്ടാവും ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇത് ചിലപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഗൈസ്. ഇതിന്റെ 2 റൊട്ടി ഇതാ ഞാൻ അവിടെ ഗൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുർക്കുറൈ എന്തോ ഒരു ചിക്കൻ കറി ആയിരുന്നു, നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണാൻ ഇതിന്റെ ബ്ലാക്ക് കളർ ചിക്കൻ കറി. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. കാണാൻ നല്ല ലുക്ക്. കഴിച്ചു നോക്കിയാറേ ഗൈസ്. അപ്പൊ ഇതാണ് ഗൈസ് ഇന്റെ ലഞ്ച്. കണ്ടോ എന്തൊരു മനോഹരമായ ലഞ്ചാണ്. 2 ഞാൻ തന്നെ ഉണ്ടാക്കി. അടുത്തത് നമുക്ക് എന്റെ ഈ ഒരു കേർഡ് റൈസ് പ്ലേറ്റ് ചെയ്യാം ഗൈസ്. മഹാരാഷ്ട്രീയൻ കേർഡ് റൈസ്. അതെ, തേച്ച റൈസ്. അതെ, ഇതാണ് ഗൈസ് എന്റെ ലഞ്ച് ആയിട്ട് വരുന്നത്. അതെ, അപ്പൊ ഞങ്ങൾ രണ്ടാമത് സെറ്റ് ആണ്. ഷാമി ഇനി വരണോ? ഷാമി അതെ, ആസാമി ലഞ്ച് റെഡിയാണ്, മഹാരാഷ്ട്രീയൻ ലഞ്ച് റെഡിയാണ്. ഇനി സിക്കിം ലഞ്ച് ഓൺ ദ വേ ആണ് ഗൈസ്. ഗൈസ് അങ്ങനെ എന്റെ തൊപ്പു വന്നിട്ടുണ്ട് ഗൈസ്. തുപ്പ ഏതോ ഒരു കുഞ്ഞി അപ്പു എന്നൊക്കെ പറയുന്നത്. ഇത്രയും നേരം ഞങ്ങൾ അങ്ങോട്ട് തൊപ്പുപ്പ ഏതോ ക്യൂട്ട് കുട്ടി വന്ന പറയുന്നത്. എന്റെ തൊപ്പു തൊപ്പുമാണ് അങ്ങനെ തൊപ്പ് അൺബോക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം.
കോഴിമുട്ട ഒക്കെ ഇട്ടിട്ട് നല്ല സൂപ്പി നൂഡിൽസ് ആണ് എനിക്ക് ഭയങ്കര മോമോസ് അല്ലേ? അതല്ല കോഴിമുട്ട, അത് ബോൾഡ് ഒക്കെ ഞാൻ കഴിച്ചതല്ലേ മക്കളെ. കണ്ടോ ഇവള് കഴിച്ചതാ ഗൈസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവള് കഴിക്കൂ. ഇത് ലെസ് സ്പൈസി എന്ന് പറയാൻ മറന്നു. ഇത് ഉച്ചക്ക് ഇവള് എരിഞ്ഞു പോകണം. ഇന്റത് എന്തോ ഒരു കുർക്കുറായി മങ്കാവോ ആയിരുന്നു ഗൈസ്, അതാണ് ഇത്. ഇത് ഞാൻ അങ്ങനെ എന്തോ ആണ്. അതെ, ഇത് ഇനി ഞാനിങ്ങനെ കഴിച്ചു നോക്കട്ടെ. ഇതിങ്ങനെ നല്ല റൊട്ടി ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഈ ചിക്കൻ്റെ പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് രസമുണ്ടോ? അടുത്തത് ഇനി എന്റെ തേച്ച റൈസിലേക്ക് വരാം ഗൈസ്. റൈസ്, അതെ. ഇത് ഇങ്ങനെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇരിക്കുന്നത്. ആക്ച്വലി ഈ കളറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാവേ. തേച്ചോ? ഇനി അടുത്തതിന്റെ തൊപ്പയിലേക്ക് വരാം ഗൈസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, പക്ഷെ ഇത് ലെസ് സ്പൈസിയാണ് ഞാൻ പറയാറുള്ളത്. ഇത് പറയാൻ മറന്നുപോയി, അതുകൊണ്ട് തന്നെ കണ്ടോ മുളക് നൂഡിൽസ് എടുത്ത് കഴിക്കുക ഗൈസ്. എരുണ്ടോ? വലിയ കുഴപ്പമില്ല. ഇതിൽ ബോയിൽഡ് എഗ് ഉണ്ട്, കിച്ച ഇങ്ങനെ ബോയിൽഡ് എഗ് കഴിക്കാൻ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ബോയിൽഡ് എഗ് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാം. ഇത് സത്യം പറയട്ടെ, ഇത് ഒരു തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ മല്ലിയിലൊന്നും അധികം ഇഷ്ടമല്ലാത്ത ഒരാളാ, അതുകൊണ്ട് പറ്റിയതാ. അല്ലാണ്ട് അത് ടേസ്റ്റ് ഉള്ളതായിരിക്കും. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. இந்த கோழியை பார்த்தாலே தெரியும் நல்ல டேஸ்ட். സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല, പിന്നെ വിശപ്പുണ്ട് കഴിക്കാം. ഈവനിങ് സ്നാക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 7 മണിക്കാണ്. ഇവിടെ കുറച്ച് ഇരുടായി. അപ്പോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സിക്കിമീസിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് അവർക്ക് ഈ ന്യൂ ഇയർ ലോസോങ് ഫെസ്റ്റിവലോ അങ്ങനെ ഒരു സമയത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം സ്നാക്കാണ് ഖപ്സൈ. ഇവിടുത്തെ ഒരു മധുരമുള്ള നുറുക്കൊക്കെ അല്ലേ, അതുപോലത്തെ ഒരു സാധനം. ഞാൻ ഈവനിങ് സ്നാക്ക് ആയിട്ട് എടുത്തിട്ടുള്ളത് മഹാരാഷ്ട്രന്റെ സ്വന്തം, നമ്മുടെ സ്വന്തം സേവപൂരിയാണ്. എനിക്ക് അപ്പൊ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഗൈസ്. അപ്പൊ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം വന്നോളൂ. അപ്പൊ എനിക്ക് ആസാമി ചായ ആണ്, അതുകൊണ്ട് ഞാൻ ഇവരതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഖപ്സ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മള് മധുരമുള്ള ഒരു പാനീയം ആദ്യം ഉണ്ടാക്കിയെടുക്കും. അതായത് പഞ്ചസാര പാനി. പഞ്ചസാര പാനി കുറച്ച് നല്ല രീതിയിൽ മധുരം നിന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പൊ വെള്ളം തിളച്ചിട്ട് പഞ്ചസാര ഇടാം. വെള്ളം തിളയ്ക്കുമ്പോ പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ തിളച്ചു കഴിഞ്ഞിട്ടൊക്കെ ഇടാം. അതിന്റെ മുന്നിട്ടതിനെ കുറിച്ച് പിന്നെ ഞാനിതാ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, എനിക്ക് മാത്രം മതിയല്ലോ ഖപ്സേ, അതുകൊണ്ട് ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം, മധുരത്തിന്റെ ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് വേണം അത് കുഴച്ചെടുക്കണം. മനസ്സിലായോ? ഒരു ചപ്പാത്തി കുഴക്കുന്നത് പോലെയൊക്കെ തന്നെ, പക്ഷെ മധുരാണെന്ന് മാത്രം. ഇതില് പക്ഷെ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, പിന്നെ വേണമെന്നില്ല. ഇതിൽ ഓയിലൊക്കെ മിക്സ് ചെയ്യാട്ടോ. ഈ മൈദയില് ഞാനിപ്പോ ഓയിൽ മിക്സ് ചെയ്യുന്നില്ല, നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് അഞ്ചോണ്ട് ഗൈസ്. അതെ, കുറച്ചു നേരം ഞാൻ പിന്നാമ്പുറത്ത് നിൽക്കാൻ വിചാരിച്ചു. ഗൈസ്, ഞാനിതാ മൈദ നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് നല്ല സോഫ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തി എടുക്കാം കേട്ടോ. എങ്ങനെയാ പരത്തേണ്ടത്? പരത്തേണ്ടത് നമ്മളിങ്ങനെ ഉണ്ടയാക്കി എടുക്കുക ആദ്യം. നല്ല സോഫ്റ്റ് ആയി ഗൈസ്, പഞ്ചസാര പാനി വെച്ചിട്ടുള്ള മൈദയാണ്. നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ പൊടിയിൽ മുക്കിയെടുത്തിട്ട് പരത്തിയെടുക്കാം. ഇനി ഗൈസ് നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന്റെ സൈഡ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഈവൻ ആക്കി കൊടുക്കാം, സ്ക്വയർ പോലെ ആക്കി എടുക്കാം. ഏത് ഷേപ്പിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഓരിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ തിരിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലെ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, കാരണം അവർക്ക് അത് ഓൾറെഡി ചെയ്ത് പരിചയമുണ്ട്. അതെ, ഇതിപ്പോ നമുക്ക് നേരെ കട്ട് ചെയ്യാം. ഇത് നമുക്ക് നേരെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇത് ഇവിടുത്തെ ഒരു കൊള്ളിയൊക്കെ പോലത്തെ സംഭവം കണ്ടോ ഗൈസ്. നമുക്ക് ഇങ്ങനെ ഓരോരോ പീസ് ആയിട്ട് ഇങ്ങനെ കിട്ടും. അവസാനം ഞാൻ ഒരു ഡിസൈൻ തീരുമാനിച്ചു. സ്പൈറലായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഒന്നിതാ ഇതേപോലെ ഇങ്ങനെ ഒന്നും അല്ലാത്തൊരു വട്ട ഷേപ്പില് ഇങ്ങനെ ആക്കി എടുക്കാം. നല്ല വെറൈറ്റി രീതിയിൽ ഷാമി പല ഷേപ്പിലും ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ടെസ്റ്റിംഗ് ആണ്, ബാക്കി ഉണ്ടാക്കുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള സാധനം. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് ഇതിങ്ങനെ പൊരിക്കുക.
ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ടി വരും അല്ലേ? എന്നിട്ട് ഷുഗർ സിറപ്പിലിടോ? ഇല്ല, ഇത് ഇങ്ങനെ തന്നെയാണ് കഴിക്കുക. ഇതിൽ ഷുഗർ കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഷുഗർ കുറച്ചിങ്ങനെ ഒഴിക്കാം. ഇതൊക്കെ സ്നാക്സ് പോലെയായി. ഓരോ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, എന്തായിരുന്നു ഞാൻ പറഞ്ഞ ലോസോങ്ങോ, ന്യൂ ഇയർ, പിന്നെ ഈ ഹാർവെസ്റ്റ്, അങ്ങനത്തെ ആ ഒരു സമയത്ത് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗൈസ്. ഇതായിരുന്നു അങ്ങനെ എന്തോ ഒരു സാധനം ആദ്യം പറഞ്ഞില്ലേനോ, അതാണ് ഗൈസ്. ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൂടെ ചേർക്കാൻ പോവാണ്. അതെന്താ വെച്ചാൽ അത് നല്ല മധുരം കുറവാണ്. ഞാൻ കുറച്ച് പഞ്ചസാരപ്പാനി ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കാരമലൈസ് ചെയ്യുന്ന പോലെ, ഇങ്ങനെ ഒരു നൂൽ പരിവായിട്ട്. അതെ, അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉച്ചിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഇത് നല്ലൊരു പലഹാരപാത്രം പോലെ തന്നെ ഉണ്ട്. ഇത് കേരളയായിട്ട് ബന്ധമുണ്ട് സാധാരണ. ആ, അത് ശരിയാണ്. ശാസ്ത്രീ എന്തിനാ വന്നത്? മുരിഞ്ഞിരിക്കുന്നു. അതെ, ഞാനത് വറ്റിച്ച് ഇത്ര ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ പഞ്ചസാരപ്പാനി നമുക്ക് ജസ്റ്റ് ഇതിന്റെ മുകളിലൊന്ന് ഇങ്ങനെ വിതറി കൊടുക്കാം. അങ്ങനെ എന്റെ കപ്സ് ഇവിടെ ഗൈസ് റെഡി ആയിട്ടുണ്ട്. ഇന്റെ ആസാമി ചായ ഗൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്റെ സേവ് പൂരി ഇതാ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കഴിക്കാം. ഈവനിങ് സ്നാക്ക് ആയിട്ട് രാത്രി ഇത് കഴിക്കാം ഗൈസ്. നമ്മള് ഈവനിങ് സ്നാക്ക് കഴിക്കാൻ വേണ്ടി പോണേ, പക്ഷെ കഴിക്കുന്ന രാത്രി കുറച്ച് നേരമായി ഗൈസ്, 7-7:30 ആവാനായി. അപ്പോഴാട്ടോ കഴിക്കുന്നത്. എനിക്കൊന്നുമില്ല, ചായ മാത്രം. അതൊക്കെ തിന്നു നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. കപ്സ്, ഇവിടുത്തെ കപ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസാണ്, പക്ഷെ ഓരോരുത്തർ ഇത് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് ഈ കപ്സ എന്ന് പറയുന്നത്. എനിക്ക് വെറും ആസാമി ചായ മാത്രമേ ഉള്ളൂ. സാരല്ലോ. അടുത്ത എനിക്ക് സേവ് പൂരിയാണ് കൈസ് കിട്ടിയത്. അപ്പൊ സേവ് പൂരി ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചായ കുടിക്കുന്നു. ആസാമിൽ നിന്നും പ്രത്യേകം തളിരിലകൾ എടുത്ത് അവിടെ പോയി വന്നു. അതെ, ഉണക്കി പൊടിച്ച് ചായപ്പൊടിയായിട്ട് വന്ന ചായപ്പൊടിയാണ്. അത് വെച്ചിട്ടുള്ള ചായ. ഇതിൽ ശരിക്കും ഇഞ്ചിയൊക്കെ ഇടും കേട്ടോ, ഏലക്കായി രണ്ടും ഇടല്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഇതിനെ കഷ്ടപ്പെടുന്നത്. ഇതിന്റെ മുകളിൽ ആ ഒരു പഞ്ചസാര പാനി ആക്കിയപ്പോഴാണ് ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ആയത്. ആ മൈദ കുഴക്കുന്നതിന് മുന്നേ നല്ല പഞ്ചസാര ഇട്ടതിന് നല്ല ടേസ്റ്റ്. കുറച്ച് നല്ല പഞ്ചസാര കുഴക്കണായിരുന്നു. ഇവിടുത്തെ ഒരു മടക്കം, നമ്മളെ കേരളത്തെ മടക്കമൊക്കെ പോയാണ്. പക്ഷെ മിഥ അല്ലേ? ഡെലീഷ്യസ്. അത് തന്നതിന് നന്ദി എന്നുള്ള രീതിയിൽ ആസാം ഭാഷയിൽ പറഞ്ഞു കൊടുക്കും. അത് ഓള്, ഞാൻ എന്റെ ഭാഷയിൽ തിരിച്ചു പറഞ്ഞു കൊടുക്കും. ധന്യവാദ്. ധന്യവാദോ? ആ, ധന്യവാദാണ് അത്. ധന്യവാദ്. 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 എന്നാ ഞാൻ ധന്യവാദ് അല്ല, ഞാൻ ധന്യവാദ്. ധന്യവാദ്. എനിക്ക് എത്ര ഉള്ളൂ. ധന്യവാദ്. ഇതെന്താ സംഭവം എന്നറിയോ? ഹിന്ദി ആണെങ്കിലും അതിൽ പക്ഷെ ഓരോരോ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഈ പഞ്ചാബി ഭാഷ വരുന്ന സമയത്ത് ചിലപ്പോ കൃത്യമായിട്ടൊന്നും മനസ്സിലാവും. അതായത് എല്ലാവർക്കും ഹിന്ദി അറിയാം, പക്ഷെ ഓർക്ക് തന്നെ നേറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഷ, ഒരു സ്ലാങ് ഉണ്ടാവും. അതെ, ആ ഒരു ഇതിൽ പറയുമ്പോ ചിലപ്പോ നമുക്ക് മനസ്സിലാക്കണം. മനസ്സിലാവും. ശരിക്കും ഈ ഫുഡിന്റെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോ, റെസിപ്പി നോക്കുമ്പോ ഒരു സാധനം മനസ്സിലാവണില്ല. എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. ഇത് ശരിക്കും മധുരമില്ലാത്ത മടക്ക് പോലെ ഉണ്ട്. ഇതിന്റെ മോള് പഞ്ചസാര പാനിയാക്കി ഇപ്പൊ മധുരായില്ലേ? എനിക്ക് പഞ്ചസാര പാനി ഇല്ലാത്ത കിട്ടി. ആ, എന്നാ പാനിയുള്ളത് എടുത്തുകൂടി ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്നാക്സോട് കൂടി നമ്മുടെ 1 സ്റ്റേറ്റ് ഫുഡ് ചാലഞ്ച് കൂടെ കഴിയാൻ പോലെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നേരിട്ടാണ് കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുപോലെ This is Shamia. സഞ്ജിത.